നമസ്കാരം. കണ്ണീർ മഴയിൽ നനയുകയാണ് ഇന്ത്യൻ കായിക മനസ്സ്. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യക്കായി വെള്ളി മെഡൽ ഉറപ്പാക്കി സ്വർണ്ണ മെഡലിനായി ഫൈനലിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത വിനേഷ് ഫോഗട്ട് അയോഗ്യയായി എന്ന വാർത്തയാണ് കായിക പ്രേമികളെ ദുഃഖത്തിലാഴ്ത്തിയത്. അനുവദനീയമായതിനേക്കാൾ ഭാരം കൂടിയെന്നതിന്റെ പേരിലാണ് 50 കിലോ വിഭാഗത്തിൽ ഫൈനലിൽ പ്രവേശിച്ചിരുന്ന വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയിരിക്കുന്നത്. മൂന്നാം ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഫോഗട്ട് ബുധനാഴ്ച രാത്രി 11:30 നടക്കേണ്ട ഫൈനലിൽ അമേരിക്കയുടെ സാറ ഹിൽബ്രാൻഡുമായാണ് ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. ബുധനാഴ്ച രാവിലെ നടന്ന ഭാരപരിശോധനയിൽ അനുവദനീയമായതിനേക്കാൾ 100 ഗ്രാം അധികമാണെന്ന് കണ്ടെത്തിയെന്ന് ഇന്ത്യൻ പരിശീലകൻ അറിയിച്ചു. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന ചരിത്ര നേട്ടത്തിൽ നിൽക്കെയാണ് ഫോഗട്ടിന് അയോഗ്യത നേരിടേണ്ടി വന്നിരിക്കുന്നത്. പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനും 4 വട്ടം ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യുയി സുസാക്കിയെ അട്ടിമറിച്ചാണ് പാരീസിൽ വിനേഷ് പോരാട്ടത്തിന് തുടക്കമിട്ടത്. ക്വാർട്ടറിൽ മുൻ യൂറോപ്യൻ ചാമ്പ്യനായ ഒക്സാന ലിവാച്ചിനെയാണ് കീഴടക്കിയത്. സെമി ഫൈനലിൽ ക്യൂബയുടെ ഗുസ്മാൻ ലോപ്പസിനെയും കീഴടക്കി. സാധാരണയായി 53 കിലോഗ്രാം വിഭാഗത്തിലാണ് ഫോഗട്ട് മത്സരിച്ചിരുന്നത്. എന്നാൽ പാരീസ് ഒളിമ്പിക്സിൽ അവർക്ക് 50 കിലോഗ്രാമിലാണ് യോഗ്യത ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ 50 കിലോഗ്രാം ഫൈനലിൽ നിന്ന് അയോഗ്യയായതിനു മിനിറ്റുകൾക്ക് ശേഷം ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർജ്ജലീകരണം മൂലം ഇന്ന് രാവിലെ വിനേഷ് ബോധരഹിതയായിരുന്നു. തുടർന്നാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ഇന്ത്യൻ സംഘം അറിയിച്ചു. വനിതാ ഗുസ്തിയിൽ രാജ്യത്തിന്റെ സുവർണ പ്രതീക്ഷയായി മുന്നേറിയപ്പോഴാണ് വിനേഷിന് ഒളിമ്പിക് അസോസിയേഷൻ അയോഗ്യത കൽപ്പിച്ചത്. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഇനത്തിൽ മത്സരിച്ച വിനേഷ് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതാണ് തിരിച്ചടിയായത്. ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ 100 ഗ്രാം തൂക്കം അധികമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇന്ന് കലാശപ്പോരിൽ അമേരിക്കയുടെ സാറ ഹിൽബ്രാൻഡുമായി ഏറ്റുമുട്ടാനിരിക്കെയാണ് അപ്രതീക്ഷിത തിരിച്ചടി. ഒളിമ്പിക്സ് ഗുസ്തിയിലെ നിയമപ്രകാരം ഫോഗട്ടിന് വെള്ളി മെഡലിന് പോലും അർഹതയുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ സ്വർണ്ണ വെങ്കല മെഡൽ ജേതാക്കൾ മാത്രമേ ഉണ്ടാകൂ. നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യനെ അടക്കം വീഴ്ത്തിയാണ് അഭിമാന നേട്ടത്തിലേക്ക് വിനേഷ് മുന്നേറിയത്. ഫൈനലിലെത്തിയതോടെ താരത്തിലൂടെ സ്വർണമോ വെള്ളിയോ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യം മുഴുവൻ. എന്നാൽ ഏവരുടെയും പ്രതീക്ഷകൾ തകിടം മറിക്കുന്നതാണ് പരിശോധനാ ഫലം.